എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. പ്രവൃത്തിയും ശക്തിയും ഊർജ്ജ പരിവർത്തനവും എന്നുള്ള നമ്മളെ മൊഡ്യൂളിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്നുള്ളത്. നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിലെ 7ാമത്തെ അധ്യായത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യ പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇത് കുറച്ച് വലിയ വീഡിയോ ആയതുകൊണ്ട് എന്താണ് നമ്മൾ 2 പാർട്ടാക്കി ചെയ്യുകയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജം എന്നുള്ള ടോപ്പിക്കിലാണ് നിർത്തിയത്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സൗരോർജ്ജത്തിൽ നിന്ന് താപോർജ്ജം എന്നുള്ള ടോപ്പിക്ക് മുതലാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. സൗരോർജ്ജത്തിൽ നിന്ന് താപോർജ്ജം. അവിടെ നമ്മളോടൊരു പരീക്ഷണം ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൗരോർജ്ജത്തിൽ നിന്ന് എന്ത് ചെയ്യാം, താപോർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സൗരോർജ്ജത്തും ഉപയോഗിച്ചുകൊണ്ട് താപോർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് 2 ഉദാഹരണങ്ങളാണ് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും. സൗരോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന 2 ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് സോളാർ കുക്കറും അതുപോലെ സോളാർ വാട്ടർ ഹീറ്ററും. ഇവിടെ സോളാർ കുക്കറിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് സോളാർ കുക്കറാണ്. അതിന് റിഫ്ലക്ടർ ഉണ്ട്, അതേപോലെ ഗ്ലാസ് കൊണ്ടുള്ള കവറുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾവശം എന്താണ്, കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ പാകം ചെയ്യാനുള്ള പാത്രം എന്താണ് ഇതിൻ്റെ ഉൾവശത്താണ് നമ്മൾ വെക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ സോളാർ കുക്കറിൻ്റെ ഒരു ഫോട്ടോ. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് സോളാർ കുക്കറിൻ്റെ പ്രത്യേകതകൾ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ബോക്സിനകത്ത് എന്താണ്, സോളാർ കുക്കറിൻ്റെ ബോക്സിനകത്ത് കറുത്ത പെയിൻ്റാണ്. കറുത്ത പെയിൻ്റ് എന്താണ്, കറുപ്പ് നിറത്തിൻ്റെ പ്രത്യേകത എന്താണ്, സൂര്യപ്രകാശത്തിലെ എല്ലാ കണങ്ങളെയും ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മളെ കറുപ്പ് നിറത്തിന് കൂടുതലാണ്. അതുകൊണ്ടാണ് കറുപ്പ് ഉപയോഗിക്കുന്നത്. കാരണം മാക്സിമം താപം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറുപ്പ് പെയിൻറ്റ് അടിക്കുന്നത്. ബോക്സിന് ഗ്ലാസ് മൂടി വെക്കാൻ എന്താ കാരണം, സൂര്യപ്രകാശം പതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഗ്ലാസ്സിന് സൂര്യപ്രകാശത്തെ കടത്തിവിടും. പിന്നെ ബോക്സിന് പുറത്തായിട്ട് ദർപ്പണം വെച്ചിരിക്കുന്നത് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. റിഫ്ലക്റ്റ് ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊസിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റിഫ്ലക്ടറുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ സോളാർ കുക്കറിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ. അടുത്തതാണ് സോളാർ വാട്ടർ ഹീറ്റർ. സൗരോർജ്ജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ എന്നിവയൊക്കെ. സോളാർ കുക്കറിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സോളാർ വാട്ടർ ഹീറ്ററും നേരിട്ട് സൗരോർജ്ജത്തിൽ നിന്ന് താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ്. ഇനി നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. സോളാർ വാട്ടർ ഹീറ്ററിലേക്ക് തണുത്ത ജലം അകത്ത് നിന്ന് നേരെ കളക്ടറിലേക്ക് വരും. കളക്ടറിൽ നിന്ന് ചൂടായ ശേഷം ജലം ടാങ്കുകളിലേക്ക് പോകും. എന്നിട്ട് ചൂടുവെള്ളം പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു പ്രവർത്തനം. ആദ്യം തണുത്ത വെള്ളം കളക്ടറിലേക്ക് വരും. ഈ കളക്ടറിൽ നിന്ന് അത് വെള്ളം ചൂടായ ശേഷം അത് നേരെ ടാങ്കിലേക്ക് പോകും. ടാങ്കിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഘടന. അപ്പോൾ നേരിട്ട് സൂര്യപ്രകാശത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന 2 ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് സോളാർ വാട്ടർ ഹീറ്ററും സോളാർ കുക്കറും. അടുത്തത് സോളാർ പവർ പ്ലാന്റാണ്. സോളാർ തെർമൽ പവർ പ്ലാന്റാണ്. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതെങ്ങനെയാണ്, കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യരശ്മികളെ കറുത്ത പെയിൻ്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ സോളാർ തെർമൽ പവർ പ്ലാന്റിൽ എങ്ങനെയാണ് നമ്മൾ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നത്, അവിടെ സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നത്, കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യരശ്മികളെ നമ്മൾ കറുത്ത പെയിൻ്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യും.
ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ജലം തിളച്ച് നീരാവിയാകും. ഈ നീരാവി ഉപയോഗിച്ച് എന്ത് ചെയ്യും, സ്റ്റീം ടർബൈനർ തിരിച്ചാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിച്ച് എന്താവും, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, സൂര്യരശ്മികളെ കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികൾ എന്ത് ചെയ്യും, കറുത്ത പെയിൻ്റ് അടിച്ചതും അതുപോലെ ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ പൈപ്പുകളിലെ ജലം തിളച്ച് നീരാവിയാകും. ഈ നീരാവി എന്ത് ചെയ്യും, ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ടർബൈനർ കറക്കിയിട്ടാണ് എന്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെ, സോളാർ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റുകളിൽ, സോളാർ തെർമൽ പവർ പ്ലാന്റുകളിൽ ഇങ്ങനെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏകദേശം 10ഓളം തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെർമൽ പവർ പ്ലാന്റ് ഉള്ളത് എവിടെയാണ്, രാജസ്ഥാനിലാണ്. നമുക്കറിയാം രാജസ്ഥാനിലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശം രാജസ്ഥാൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. താർ മരുഭൂമി രാജസ്ഥാനിലാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ ഉള്ളത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏകദേശം എത്ര ഉണ്ട്, 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകളുണ്ട്. അവിടെ പേരുകളൊന്ന് നിങ്ങൾ കണ്ടെത്തി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു തരാം. സൗരോർജ്ജം എന്ത് ചെയ്യാൻ നമുക്ക് നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഏതാനും ഉപകരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പരിചയപ്പെട്ടത്. കാറ്റ്, തിരമാല എന്നിങ്ങനെ മിക്ക പ്രതിഭാസങ്ങൾക്കും കാരണം എന്താണ്, സൂര്യനാണ്. അപ്പോൾ ഈ കാറ്റ്, തിരമാല ഇവയിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടമായിട്ട് നമുക്ക് വേണമെങ്കിൽ സൂര്യനെ കണക്കാക്കാം. അപ്പോൾ സൂര്യനാണ് എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം എന്ന് നമുക്ക് പറയാം. കാരണം എന്താ, കാറ്റിനും തിരമാല അങ്ങനെയുള്ള മിക്ക പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണം സൂര്യനാണ്. അപ്പോൾ സൂര്യനെ നമുക്ക് എല്ലാ ഊർജ്ജത്തിൻ്റെയും ഒരു ഉറവിടമാക്കി കണക്കാക്കാം, അല്ലെങ്കിൽ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഒരു സ്രോതസ്സ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമാക്കിയിട്ട് നമുക്ക് സൂര്യനെ കണക്കാക്കാം. കാരണം സൂര്യനാണ് എന്ത്, കാറ്റ്, തിരമാല തുടങ്ങിയ എല്ലാ പ്രതിഭാസങ്ങളുടെയും കാരണം സൂര്യനാണ്. അടുത്തത് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്, എനർജി ഫ്രം വിൻഡ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും അതുപോലെ പരിസ്ഥിതി സൗഹൃദമായ ഒരു നല്ല ഊർജ്ജ രൂപമാണെന്ത്, പവനോർജ്ജം അല്ലെങ്കിൽ വിൻഡ് എനർജി, അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. അപ്പോൾ പവനോർജ്ജം അല്ലെങ്കിൽ വിൻഡ് എനർജി അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്താണ്, നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും അതുപോലെ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഊർജ്ജ രൂപമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ടർബൈനർ കറക്കിയങ്ങാണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് എന്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടർബൈനർ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്, വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവർത്തന ചിലവുകൾ ആവശ്യമായി വരുന്നില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ഇന്ധനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ വൈദ്യുതി ചിലവിന് വൈദ്യുതി ഉണ്ടാക്കാൻ ആവർത്തന ചിലവുകളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവർത്തന ചിലവുകളൊന്നും വരാത്ത ഒരു മാർഗ്ഗമാണെന്ത്, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം. പക്ഷേ എന്തായാലും ഇതിന് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്താണ്, വർഷത്തിൽ കൂടുതൽ സമയവും കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിമിതികൾ, ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്താണ്, നമുക്ക് എല്ലായിടത്തും ഈ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താ, വർഷത്തിൽ മിക്ക സമയത്തും കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉപകാരമില്ല. കാരണം കാറ്റിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാറ്റുള്ള സ്ഥലത്താണ് ഇത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. പിന്നെ അടുത്തൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സംഭരിച്ച് വെക്കേണ്ടി വരും, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ കാറ്റില്ലാത്ത സമയത്ത് വൈദ്യുതി ഉപയോഗിക്കണമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, വലിയ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. വൈദ്യുതി നമ്മൾ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായിട്ട് വരും. 2 ഹെക്ടർ സ്ഥലം കാറ്റാടി പാടത്താണ് നിന്നാണ് നമുക്ക് 1 മെഗാ യൂണിറ്റ് അല്ലെങ്കിൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അതും അതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് 3 പോരായ്മകളാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്,
വർഷത്തിൽ മിക്ക സമയത്തും കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലേ ഇത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ലഭിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററികളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോഴേ നമുക്ക് കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം നമുക്ക് കാറ്റാടികൾ വേണം. 2 ഹെക്ടർ സ്ഥലത്ത് നിന്നാണ് 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 പരിമിതികൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ. അടുത്തത് പിന്നെ കാറ്റാടി സ്ഥാപിക്കണമെങ്കിൽ എന്താണ്, ചിലവ് വളരെ കൂടുതലാണ്. അതുപോലെ നമ്മളെ കൊടുങ്കാറ്റ്, പേമാരി, ചൂട് എന്നിവയൊക്കെ മൂലം കാറ്റാടികൾക്ക് കേടുപാടുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് മാറ്റണമെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസിനും ചിലവ് കൂടുതൽ വരും. കാറ്റാടികൾ സ്ഥാപിക്കാൻ ചിലവ് കൂടുതലാണ്. പിന്നെ ഇതുപോലെ പേമാരി, അതുപോലെ ചൂട്, അതിശക്തമായ കാറ്റ്, കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ കാറ്റാടികൾക്ക് സംഭവിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നേരാക്കണമെങ്കിലും പുതിയത് മാറ്റി സ്ഥാപിക്കണമെങ്കിലൊക്കെ എന്താണ്, ചിലവ് കൂടുതലാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ്, ആവർത്തിച്ചിട്ടുള്ള ഇന്ധന ചെലവ് ഇല്ല, ആവർത്തിച്ചിട്ടുള്ള ചിലവില്ല. ഒരു തവണ വീണ്ടും വീണ്ടും അത് ചിലവ് വരുന്നില്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. ആവർത്തന ചിലവുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വരുന്നില്ല എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഗുണം. ബാക്കി ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ദോഷങ്ങളാണ്. അടുത്തത് നമുക്ക് എന്താണ്, കടലിൽ നിന്നുള്ള ഊർജ്ജം. നമുക്ക് കടലിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയും. ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്, 2/3 ഭാഗവും കടലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും കടലാണ്. അതുകൊണ്ട് എന്താണ്, സമുദ്രം തന്നെ എന്താണ്, ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ്. ഭൂമിയുടെ 2/3 ഭാഗവുമായി ഉള്ള കടൽ എന്താണ്, ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ്. നമുക്ക് ഈ കടലിൽ നിന്ന് ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക, ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, തിരമാല, വേലിയേറ്റം, അതുപോലെ സമുദ്രതാപം. സമുദ്രത്തിൻ്റെ 3 പ്രത്യേകതകളായ തിരമാല, വേലിയേറ്റം, അതുപോലെ സമുദ്രത്തിൻ്റെ താപം, ഈ 3 പ്രത്യേകതകളിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭ്യമാക്കാൻ കഴിയുക. ഈ 3 പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആദ്യത്തേതാണ് വേലിയേറ്റ ഊർജ്ജം, ടിഡൽ എനർജി. വേലിയേറ്റ ഊർജ്ജം അല്ലെങ്കിൽ ടിഡൽ എനർജി. വേലിയേറ്റം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് അതിൻ്റെ മൊഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം വേലിയേറ്റത്തിൻ്റെ കാര്യം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണെന്ത്, വേലിയേറ്റത്തിന്, വേലിയിറക്കത്തിനൊക്കെ കാരണം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണെന്ത്, വേലിയേറ്റത്തിന് കാരണം. അപ്പോൾ ഈ വേലിയേറ്റ ഊർജ്ജം അല്ലെങ്കിൽ ടിഡൽ എനർജി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേലിയേറ്റ നില, അവിടെ ടർബൈനർ കറക്കിങ്ങാണ്ട് എന്ത് ചെയ്യും, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കേരളത്തിൽ വേലിയേറ്റ ഊർജ്ജം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമില്ല. കാരണം എന്താണ്, ഇവിടുത്തെ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച എന്താണ്, 1 മീറ്ററിലും കുറവാണ്. അപ്പോൾ തീരങ്ങളിൽ വേലിയേറ്റത്തിൻ്റെ ഉയർച്ച 1 മീറ്ററിലും കുറവായതുകൊണ്ട് എന്ത് ചെയ്യണം, കേരളത്തിൽ വേലിയേറ്റത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അടുത്ത് നമ്മൾ പറഞ്ഞു, തിരമാലയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. തിരമാലയിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്, തിരമാലകളുടെ ആ ശക്തി, തിരമാലകൾ ആ വീശിയടിക്കുന്ന ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ടർബൈന് കറക്കിങ്ങാണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ തിരമാലകളിൽ നിന്ന് വൈദ്യുതോർജ്ജം നിർമ്മിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. അപ്പോൾ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതോർജ്ജം നിർമ്മിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്, വിഴിഞ്ഞാണ്. കേരളത്തിൽ വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം, ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിൽ വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്ത നമ്മളെ സമുദ്രത്തിൻ്റെ പ്രതിഭാസമാണ് സമുദ്രതാപം. അപ്പോൾ ഈ സമുദ്രതാപം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമുദ്രതാപോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കാം. സമുദ്രത്തിൻ്റെ ഉപരിതലം എന്തായിരിക്കും, സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. സമുദ്രത്തിൻ്റെ മുകൾ തട്ട് അല്ലെങ്കിൽ ഉപരിതലം എപ്പോഴും സൂര്യന് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശ രശ്മികൾ കൊണ്ട് എന്തായിരിക്കും, അവിടെ ചൂട് കൂടുതലായിരിക്കും, നല്ല താപനിലയിലായിരിക്കും. എന്നാൽ താഴേക്ക് പോകുന്നതോറും വളരെ ആഴത്തിൽ എന്തായിരിക്കും, താപനില കുറവായിരിക്കും.
ഇപ്പം ഉപരിതലത്തിൽ സൂര്യരശ്മികൾ കൊണ്ട് താപനില കൂടുതലും താഴെ തട്ടിൽ താപനില കുറവായിരിക്കും. ഈ ഒരു രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സമുദ്ര താപോർജ്ജത്തിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ താപവ്യത്യാസമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഊർജ്ജം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഊർജ്ജം നിർമ്മിക്കുന്നവയെ നമ്മൾ എന്താണ് ഓഷ്യൽ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓഷ്യൽ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ അഥവാ OTEC, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ് അഥവാ OTEC എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സമുദ്രനിരപ്പിലെ ഉപരിതലത്തിലെയും താഴെത്തട്ടിലുള്ള ഈ താപവ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന, ആ ഊർജ്ജം ഉപയോഗിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണെന്ത്, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. OTEC, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്, OTEC. ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മളിവിടെ ഏത് തത്വമാണ് അല്ലെങ്കിൽ ഏത് പ്രതിഭാസമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, സൂര്യപ്രകാശ രശ്മികൾ കൊണ്ട് സമുദ്രത്തിൻ്റെ ഉപരിഭാഗം എപ്പോഴും എന്തായിരിക്കും, ഉയർന്ന താപനിലയിലായിരിക്കും. താഴെ തട്ടിലായിരിക്കണമെങ്കിലോ തണുപ്പുമായിരിക്കും. ഈ രണ്ട് പ്രതിഭാസം അല്ലെങ്കിൽ ഈ താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഈ വൈദ്യുതി ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം നിർമ്മിക്കുന്ന പ്ലാന്റുകളാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്, OTEC. ഇനി ഇതിൻ്റെ അവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ OTEC പറഞ്ഞു. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്ററിൽ താഴെയുള്ള സമുദ്രജലത്തിൻ്റെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെൽവിനിലും കൂടുതലായിരിക്കും. അപ്പോൾ ഉപരിതലത്തിലെ താപനിലയും അതുപോലെ 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിൻ്റെ താപനിലയും എപ്പോഴും എന്താണ് 20 കെൽവിനിലും കൂടുതലായിരിക്കും. അപ്പോൾ ആ താപനിലയിലെ വ്യത്യാസം എത്രയാണ്, 20 കെൽവിൻ ഉണ്ടാവും. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ ആഴത്തിലുള്ള താപനിലയും എപ്പോഴും എന്താണ് 20 കെൽവിനിൽ കൂടുതലായിരിക്കും ആ താപവ്യത്യാസം. ഉപരിതലത്തിലെ ചൂട് എന്ത് ചെയ്യും, എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഈ മുകളിൽ നമ്മൾ പറഞ്ഞു സൂര്യരശ്മികൾ കൊണ്ട് ചൂടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപരിതലത്തിലെ ചൂട് എന്ത് ചെയ്യും, എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ എന്ത് ചെയ്യും, തിളപ്പിക്കും. ഈ വാതകം ഉപയോഗിച്ച് എന്ത് ചെയ്യും, ടർബൈന് കറക്കും. എന്നിട്ട് താഴെയുള്ള തണുത്ത ജലം എന്ത് ചെയ്യും, ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രവർത്തനം ഇങ്ങനെ തുടർച്ചയായി തുടരും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ചാക്രിക പ്രവർത്തനമായി തുടരുമ്പോൾ എന്ത് ചെയ്യും, തുടർച്ചയായിക്കൊണ്ട് നമുക്ക് വൈദ്യുതി ലഭിക്കും. ഉപരിതലത്തിൽ എന്ത് ചെയ്യും, ചൂട് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ അല്ലെങ്കിൽ അതുപോലുള്ള ദ്രാവകത്തെ എന്ത് ചെയ്യും, അത് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ അത് തിളക്കും. അത് തിളക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് അമോണിയ ദ്രാവകം തിളക്കും. അത് തിളക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നീരാവി ഉണ്ടാവും. ആ വാതകം ഉപയോഗിച്ച് എന്ത് ചെയ്യും, ടർബൈന് കറക്കും. എന്നിട്ട് ഈ നീരാവി എന്ത് ചെയ്യും, താഴത്തേക്ക് കൊണ്ടുവന്ന് അവിടെ തണുപ്പിക്കും. വീണ്ടും ഇത് മുകളിലേക്ക് പോവും, ദ്രാവകമാക്കി മുകളിലേക്ക് പോകും. വീണ്ടും അവിടെ വെച്ചത് ചൂടാക്കും. അങ്ങനെ ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രവർത്തനമാണ് എന്ത് OTECയിൽ നടക്കുന്നത്, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഇത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, അമോണിയ പോലുള്ള ദ്രാവകങ്ങളാണ്. അപ്പോൾ ഓഷ്യൻ തെർമൽ കൺവേർഷൻ എനർജി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്, അമോണിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു ചാക്രിക പ്രവർത്തനമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ഇവിടെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യും, ബാഷ്പീകരണം നടക്കും. അതുകൊണ്ട് ടർബൈൻ കറക്കും. പിന്നെ ആവി എന്ത് ചെയ്യും, താഴേക്ക് വരും. ടർബൈൻ കറക്കി അവിടെ വൈദ്യുതി ഉണ്ടാവും. ഈ ആവി എന്ത് ചെയ്യും, താഴെ കണ്ടൻസറിൽ കൊണ്ടുവന്നിട്ട് താഴെ തട്ടിലുള്ള, അപ്പോൾ സമുദ്രത്തിൻ്റെ താഴെ തട്ടിൽ ജലം തണുപ്പായിരിക്കും. അവിടെ വീണ്ടും തണുപ്പിച്ച് ഈ ജലം വീണ്ടും എന്ത് ചെയ്യും, മുകളിലേക്ക് വിടും. അങ്ങനെ ഇത് റിപ്പീറ്റായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷെ എന്താണ്, ഈ സമുദ്രത്തിൽ നിന്നുള്ള ഊർജ്ജം
വ്യാവസായികമായിട്ട് വൻതോതിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. സമുദ്രത്തിൽ നിന്നുള്ള ഊർജ്ജം വ്യാവസായികമായി വൻതോതിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അടുത്തൊരു എനർജിയാണ് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലം തണുത്തുകൊണ്ട് മനുഷ്യവാസയോഗ്യം, ഭൂമിയുടെ ഉപരിതലം എന്താണ്, തണുത്ത് മനുഷ്യവാസയോഗ്യമാണ്. ആ ഭൂമിയുടെ മുകൾ തട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് വസിക്കാൻ യോഗ്യമായ താപനിലയിലുള്ളതാണ്. അതായത് അവിടെ തണുപ്പാണ്, ചൂടില്ല. എന്നാൽ നേരെ എന്താണ്, ഭൂമിയുടെ അകം എന്താണ്, അടിഭാഗം അല്ലെങ്കിൽ ഭൂമിയുടെ ഉൾഭാഗം എന്താണ്, ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളാണെന്ത്, ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിൻ്റെ അടിയിലുള്ള അകം എപ്പോഴെന്താണ്, ഉരുകിയ അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഉരുകിയ അവസ്ഥയിലുള്ള ഈ മാഗ്മ എന്ത് ചെയ്യും, കോറിന് പുറത്തേക്ക് വരും. കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യും, കോറിന് പുറത്തേക്ക് വരും. ഇത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഭൂഗർഭജലം എന്താവും, ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായിട്ട് മാറും. മാറിയിട്ട് ഇത് പാറകൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടക്കും. ഈ പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവി എന്ത് ചെയ്യും, പാറ തുളച്ചുകൊണ്ട് പൈപ്പുകൾ വഴി കടത്തിവിട്ടാണിത് ടർബൈൻ കറക്കിയാണിത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ജിയോ തെർമൽ പവർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഭൂമിൻ്റെ അടിയിൽ എന്താണ്, ഉരുകിയ അവസ്ഥയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഉരുകിയ അവസ്ഥയിലായതുകൊണ്ട് തന്നെ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യും, ഈ കോറിന് പുറത്തേക്ക്, അതായത് മുകളിൽ ഭൂമിയുടെ പുറന്തോടിന് പുറത്തേക്ക് എന്ത് ചെയ്യും, ഈ ഉരുകിയ അവസ്ഥയിൽ നിന്ന് ഇത് ഒഴുകി വരും അല്ലെങ്കിൽ പുറത്ത് വരും. ഇതുപോലെ മാഗ്മ കട്ടി കുറഞ്ഞ ഭാഗങ്ങളുടെ കോറിന് പുറത്തേക്ക് വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഭൂഗർഭജലം ഉണ്ടാവും. ഈ ഭൂഗർഭജലം തിളച്ചുകൊണ്ട് അത് നീരാവിയായി മാറും. ഈ നീരാവിയായി മാറുമ്പോൾ എന്താ സംഭവിക്കുക, അത് പാറകളുടെ ഇടയിലേക്ക് നീരാവിയായിട്ട് പോകും. അങ്ങനെ ഈ പാറകളുടെ ഇടയിലാണ് ഈ നീരാവിയായിട്ട് ഈ ഭൂഗർഭജലം ഇരിക്കുക. അത് നമ്മളെന്ത് ചെയ്യും, പാറകൾ തുളച്ചുകൊണ്ട് പൈപ്പിലൂടെ കടത്തിവിട്ട് നമ്മളെന്ത് ചെയ്യും, ടർബൈൻ കറക്കിങ്ങാണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഫോട്ടോ തന്നിട്ടുണ്ട്. പവർ സ്റ്റേഷന് തണുത്ത വെള്ളം എന്ത് ചെയ്യും, താഴേക്ക് പമ്പ് ചെയ്യും. നീരാവിയും ചൂടുവെള്ളവും മുകളിലേക്ക് വരും. അതുപയോഗിച്ച് ടർബൈന് കറക്കി അങ്ങനെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയസിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഊർജ്ജം ന്യൂക്ലിയസിൽ നിന്ന് എന്നുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനുമാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യും, ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കും. ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കും. ഈ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്, ന്യൂക്ലിയർ ഫിഷൻ. നോട്ട് ചെയ്യുക, ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ എന്ത് ചെയ്യും, ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസായി വിഘടിപ്പിക്കും. ഈ പ്രവർത്തനമാണ് എന്ത്, ന്യൂക്ലിയർ ഫിഷൻ. ഈ ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്ന ഈ പ്രവർത്തനം നടക്കുന്നതിന് ഉദാഹരണമാണ് എന്ത്, ആറ്റം ബോംബ്. ആറ്റം ബോംബിൽ നടക്കുന്നത് എന്താണ്, ന്യൂക്ലിയർ ഫിഷനാണ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ഇതപ്പം ന്യൂക്ലിയർ ഫിഷൻ ഇതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് എന്തായിരിക്കും, അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. നമുക്ക് പറഞ്ഞു മാസ് കുറഞ്ഞ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായാണ് വിഘടിക്കുക എന്ന് പറയുക. അപ്പോൾ ഇവയുടെ എന്ത് ചെയ്യും, മാസ് മാതൃ ന്യൂക്ലിയസിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് എന്താണ്, അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇത്തരം വിഘടനത്തിൽ എന്ത് ചെയ്യും, ദ്രവ്യനഷ്ടം സംഭവിക്കും. ഇങ്ങനെ വിഘടിക്കുമ്പോൾ ദ്രവ്യനഷ്ടം സംഭവിക്കും. ഫിഷൻ്റെ ഫലമായി എന്ത് ചെയ്യും, നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി പരിണമിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ മാസ് കുറഞ്ഞ ന്യൂക്ലിയസായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ ദ്രവ്യനഷ്ടം ഉണ്ടാവും. ഈ ദ്രവ്യനഷ്ടം എന്തായും ഊർജ്ജമായിട്ട് പരിഗണിക്കും. ഐൻസ്റ്റീൻ്റെ E=mc² എന്ന സമവാക്യമാണ് ഇത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ E=mc² എന്നുള്ള സമവാക്യമാണെന്ത്, ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിലേക്ക് ഉള്ള വഴിതെളിച്ചത്.
അപ്പോൾ പരിവർത്തനം ചെയ്യപ്പെടുന്ന ഈ ദ്രവ്യത്തിൻ്റെ മാസ് എന്തായിരിക്കും? മാസ് കുറവാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം എന്ത് ചെയ്യും? വലിയ സ്ഫോടനത്തിൽ കലാശിക്കും. അപ്പം ഇങ്ങനെ അനിയന്ത്രിതമായ ഫിഷൻ പ്രവർത്തനം നടക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഉഗ്രസ്ഫോടനത്തിൽ, അത്രയും താപം വരുന്നത് കൊണ്ട് തന്നെ, ഊർജ്ജം വരുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു ഉഗ്രസ്ഫോടനത്തിൽ കലാശിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫിഷനാണ്. E=mc² എന്ന ഐൻസ്റ്റീൻ്റെ സമവാക്യം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കും. ഈ ഒരു പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. അതേപോലെ ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷൻ. അടുത്തത് ഫ്യൂഷൻ പഠിക്കാണ്ട്. ഫിഷനും ഫ്യൂഷനും കൺഫ്യൂഷൻ ആകരുത്. ആറ്റം ബോംബിൽ ഫിഷൻ, ആറ്റം ഫിഷ്, ആറ്റം ഫിഷ് ആറ്റം. ഫ്യൂഷൻ ആണെങ്കിലോ സൂര്യനിലും നക്ഷത്രങ്ങളും നടക്കുന്നതും ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അത് പഠിക്കാൻ പോകുമ്പോൾ വരാനുണ്ട് താഴെ, അപ്പോൾ നമുക്ക് അവിടെ അത് പറയാം. ഇനി ദ്രവ്യത്തിൽ നിന്നുള്ള ഊർജ്ജം, നമ്മൾ ആ E=mc² എന്നുള്ള ആ ഒരു സമവാക്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണെന്ത്? E=mc² എന്നുള്ളത്. ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E=mc² എന്നുള്ളത്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സമവാക്യമാണെന്ത്? E=mc². ഇതെന്തിൻ്റെ സമവാക്യമാണ്? ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യമാണ്. ഇവിടെ m എന്നത് എന്താണ്? പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസാണ്. c എന്താണ്? പ്രകാശത്തിൻ്റെ വേഗമാണ്. E എന്നത് എന്താണ്? ഊർജ്ജത്തിൻ്റെ അളവുമാണ്. m എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസും, c പ്രകാശത്തിൻ്റെ വേഗം. അത് എത്രയാണ്? 3 × 10⁸ m/s ആണ് പ്രകാശത്തിൻ്റെ വേഗം. E എന്നത് എന്താണ്? ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ്. E എന്നുള്ളത് ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ്. അപ്പോൾ E ലഭിക്കുന്ന ഊർജ്ജം mc² ആണ്. അതായത് m എന്നതാണ് പരിവർത്തനം ചെയ്യപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ മാസിൻ്റെയും അതുപോലെ പ്രകാശത്തിൻ്റെ വേഗത്തിൻ്റെയും സ്ക്വയറാണെന്ത്? ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എന്നുള്ളത്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജ്ജം എത്രയാണെന്ന് അറിയോ? 1 × 3 × 10⁻² 9 × 10⁻16 ജൂൾ. അപ്പോൾ 1 കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എത്രയാണ്? 9 × 10⁻16 ജൂളാണ്. അപ്പോൾ അത്രയും വലിയ അളവിലാണ് എന്ത്? ദ്രവ്യം ഊർജ്ജമായി മാറുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഈ 1 കിലോഗ്രാം ദ്രവ്യം നമ്മൾ ഇത്ര ഊർജ്ജമുണ്ട് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വൈദ്യുതി ആക്കുകയാണെങ്കിൽ ഏകദേശം 2500 കോടി യൂണിറ്റ് അല്ലെങ്കിൽ kWh ലഭിക്കും. അപ്പോൾ 1 കിലോഗ്രാം ദ്രവ്യം വൈദ്യുതി ആക്കുകയാണെങ്കിൽ ഏകദേശം 2500 കോടി kWh ലഭിക്കും. അപ്പോൾ അത്രയും വലിയ അളവിലാണ് എന്ത്? ദ്രവ്യം ഊർജ്ജമായി മാറുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ദ്രവ്യത്തെ ഊർജ്ജമാക്കി പരിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ സമവാക്യമാണെന്ത്? ഐൻസ്റ്റീനെ വിശ്വവിഖ്യാതനാക്കുന്നതിന് ഇടയാക്കിയത്. E=mc² എന്നുള്ളത് എന്താണ്? ഒരു ആഗോള സമവാക്യമാണ്. ഈ ഒരു സമവാക്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ന്യൂക്ലിയർ ബോംബുകൾ അല്ലെങ്കിൽ ആണവ ബോംബുകളൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് E=mc² എന്നുള്ള ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 1 കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്യുമ്പോൾ വൈദ്യുതി ആണെങ്കിൽ എത്ര? ഏകദേശം 2500 കോടി kWh യൂണിറ്റ് വൈദ്യുതി ഉണ്ടാവും. ഇനി ജൂളിലാണെങ്കിലോ 9 × 10⁻16 ജൂൾ. ഈ 2 സംഖ്യകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മളവിടെ ന്യൂക്ലിയർ ഫിഷൻ്റെ കാര്യം പറഞ്ഞു. ന്യൂക്ലിയർ ഫിഷൻ്റെ കാര്യം. ഇനി ആണവ മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ആണവ മലിനീകരണം. അപ്പോൾ ജലം, വായു, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണെന്ത്? ആണവ മലിനീകരണം. മലിന വസ്തുക്കളുടെ ആണവ വിഘടനം അപകടകരമായ മലിനീകരണത്തിന് കാരണമാകും.
ആണവ വികിരണത്തിൻ്റെ ഫലമായി എന്ത് ചെയ്യും? ദോഷകരമായ ആൽഫ ബീറ്റ ഗാമ കണങ്ങൾ പ്രസരിക്കും. അപ്പോൾ ആണവ മലിനീകരണത്തിൻ്റെ ഫലമായി പ്രസരിക്കുന്ന കണങ്ങളാണ് ആൽഫ ബീറ്റ ഗാമ കണങ്ങൾ. ആൽഫ ബീറ്റ ഗാമ കണങ്ങളാണ് എന്ത്? ആണവ മലിനീകരണത്തിൻ്റെ ഭാഗമായി പ്രസരിക്കുന്ന കണങ്ങൾ. മലിനീകരണ വസ്തുവിൻ്റെ സാന്ദ്രത, പുറപ്പെടുവിക്കുന്ന വികിരണത്തിൻ്റെ തരം, ശരീരത്തിലെ അവയവങ്ങളുടെ മലിനീകരണത്തിൻ്റെ സാമീപ്യം എന്നൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇപ്പം നമ്മൾ ഫിഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷന് നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യും? ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസിന് എന്ത് ചെയ്യും? ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഫിഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ആണവ ബോംബുകളുടെ പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് എന്ത് ചെയ്യും? മാസ് കൂടിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നേരത്തെ പറഞ്ഞത് ചെറിയ ന്യൂക്ലിയസുകളാക്കി, ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനം. ഇവിടെ എന്ത് ചെയ്യും? ഭാരം കുറഞ്ഞതിനെ കൂട്ടി യോജിപ്പിച്ച് വലിയ ഭാരം കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനം. ഫിഷനും ഫ്യൂഷനും. അവിടെ ന്യൂട്രോൺ ഉപയോഗിച്ചാണ് നമ്മൾ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ വിഘടിപ്പിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഉയർന്ന താപനിലയും അതേപോലെ മർദ്ദവും ആവശ്യമാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്താൻ ഉയർന്ന താപനിലയും മർദ്ദവും ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറും. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറും. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്നത് എന്താണ്? ഊർജ്ജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ്. ഇപ്പോൾ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അതുപോലെ ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നതും എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ആറ്റം ബോംബ് ഫിഷനും ഹൈഡ്രജൻ ബോംബ് ഫ്യൂഷനും രണ്ടും തമ്മിൽ മാറിയത്. അതുപോലെ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജം ലഭിക്കുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ്. അപ്പോൾ ഫിഷനും ഫ്യൂഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണെന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് എന്ത് ചെയ്യും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേഷനുകളെയാണ് നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളെയാണ്. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണെന്ത്? ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയമാണ്. U-215 ആണ്. സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ അതിൻ്റെ രാസസൂത്രം എന്താണ്? U-225 ആണ്. U-235 ആണ്. ഓക്കെ, U-235 ആണ് എന്ത്? സമ്പുഷ്ട യുറേനിയത്തിൻ്റെ രാസസൂത്രവാക്യം. U-235 ആണ് എന്ത്? സമ്പുഷ്ട യുറേനിയത്തിൻ്റെ രാസസൂത്രവാക്യം. ഇപ്പോൾ സമ്പുഷ്ട യുറേനിയം ആണെന്ത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. U-235 ആണ് സമ്പുഷ്ട യുറേനിയത്തിൻ്റെ രാസസൂത്രവാക്യം. തമിഴ്നാട്ടിലെ കൽപ്പാക്കം വൈദ്യുത നിലയം എന്താണ്? ഈ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ആണവ വൈദ്യുത നിലയങ്ങൾ മുൻ മൊഡ്യൂളിൽ പഠിച്ചതാണ്. താരാപൂർ, കൽപ്പാക്കം, കാക്ര എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ളത്. അപ്പോൾ കാണാത്തവർ ആ മൊഡ്യൂൾ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇല്ലെങ്കിൽ നമ്മൾ റിവിഷൻ സമയത്ത് ഇതൊക്കെ വിശദമായിട്ട് തന്നെ വീണ്ടും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലെ കൂടംകുളം എന്താണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ കൂടംകുളം ആണവ നിലയം ഇതിനൊരു ഉദാഹരണമാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആണവ നിലയം ഇതിന് ഉദാഹരണമാണ്. കൂടംകുളം അല്ല, കൽപ്പാക്കം. ഓക്കെ, കൽപ്പാക്കം വൈദ്യുത നിലയം എന്താണ്?
ഇങ്ങനെയാണ് ഒരു ആണവ വൈദ്യുത നിലയമാണ്. ആണവ വൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ U-235. ആണവ റിയാക്ടറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഇവിടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ഫോട്ടോ, തമിഴ്നാടുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ഫോട്ടോമാണ് തന്നിട്ടുള്ളത്. കൽപ്പാക്കത്തുള്ള പവർ സ്റ്റേഷൻ്റെ ഫോട്ടോ ആണ് ഈ തന്നിട്ടുള്ളത്. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനവും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റുന്നു. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഈ ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റുന്നു. നീരാവി എന്ത് ചെയ്യും? നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ ഉദാഹരണമാണ് അവിടെ താരാപൂർ മഹാരാഷ്ട്രയിലാണ്, കൽപ്പാക്കം തമിഴ്നാടാണ്, കോട്ട രാജസ്ഥാനിലാണ്, കൂടംകുളം തമിഴ്നാടാണ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്ടിലെ ആണവ നിലയങ്ങളാണ്. താരാപൂർ മഹാരാഷ്ട്രയിലും കോട്ട രാജസ്ഥാനിലുമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടെന്നാണ് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഉള്ളതിന് ഉദാഹരണമാണ് താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. ഇനി ഇവിടെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ്? ഊർജ്ജ മാറ്റം എങ്ങനെയാണ്? ന്യൂക്ലിയർ ഊർജ്ജം എന്ത് ചെയ്യും? താപോർജ്ജമായി മാറും. താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറും. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറും. അപ്പം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായി മാറും. താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറും. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറും. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയാണ് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷനും അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും? അപകടകരമായ പല റേഡിയസുകളും ഉണ്ടാകുന്നുണ്ട്. പല തരംഗങ്ങളും റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആണവ ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതവും ആവാം അല്ലെങ്കിൽ പ്രകൃതിജന്യവുമാവാം. ആണവ ദുരന്തങ്ങൾ അതായത് ഈ രശ്മികൾ കൊണ്ടുള്ള പ്രകൃതിജന്യമായ ചില റേഡിയോ രശ്മികൾ ഏതാണ്? ബഹിരാകാശത്ത് നിന്നുള്ള കോസ്മിക് രശ്മികൾ എന്താണ്? പ്രകൃതിജന്യമായ ആണവ രശ്മികളാണ്. അതുപോലെ തന്നെയാണ് ഭൂമിയിലെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നുള്ള വികിരണങ്ങളും എന്താണ്? പ്രകൃതിജന്യമായ ആണവ ഘടകങ്ങളാണ്. ആണവ ദുരന്തങ്ങളുടെ ഘടകങ്ങളാണ്. പ്രകൃതിജന്യമായ ആണവ രശ്മികളാക്ക് ഉദാഹരണമാണ് ബഹിരാകാശത്തു നിന്നുള്ള കോസ്മിക് രശ്മികളും ഭൂമിയിലെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നുള്ള വികിരണങ്ങളൊക്കെ എന്താണ്? ആണവ രശ്മികൾക്ക് ഉദാഹരണമാണ്. ഇനി മനുഷ്യനിർമ്മിതമായതാണ് ചികിത്സാ രംഗത്തെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളുടെ ഉപയോഗവും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമായ ആണവ രശ്മികൾക്ക് ഉദാഹരണമാണ്. ഇനി ആണവ വികിരണത്തെക്കുറിച്ചുള്ള ജാഗ്രത പറയുന്ന ചിഹ്നമാണ്. ആണവ വികിരണം സാധ്യതയുണ്ട് എന്നതിൻ്റെ ജാഗ്രത പറയുന്ന ചിഹ്നമാണെന്ത്? ഇതാണ് ആണവ വികിരണത്തെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുന്ന ചിഹ്നം. അപ്പോൾ അത് നോട്ട് ചെയ്ത്. ഇനി ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക. അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചവ ഇവയിലേക്ക് മാറുക. ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകളാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ച ഇതാണ് സുരക്ഷിത സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ആണവ വികിരണ ജാഗ്രതാ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ ജനസാന്ദ്രത കുറയ്ക്കുക. അതുപോലെ ആവശ്യമാണെങ്കിൽ എന്താണ്? പൊട്ടാസ്യം അയോസൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയഡിൻ ധാരാളം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ആണവ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സ്വീകരിക്കാൻ കഴിയുന്ന മുൻകരുതലുകൾ.
പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ കുറിച്ച് നോക്കാം. വിവിധ ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. അതിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണെന്ത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണെന്ത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രകൃതിദത്ത സ്രോതസ്സുകളായ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം എന്ത് ചെയ്യും? പുനഃസ്ഥാപിക്കാൻ കഴിയും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിക്ക് ഉദാഹരണമാണ് എന്ത്? സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജങ്ങൾ. അപ്പോൾ ഇവയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. എന്നാൽ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം എന്നിവ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവ എന്താണ്? പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉദാഹരണമാണ് കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം, അതുപോലെ ന്യൂക്ലിയർ ഊർജ്ജം. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, കൂട്ടത്തിൽ ന്യൂക്ലിയർ ഊർജ്ജവും. ഇതാണെന്ത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണെങ്കിൽ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ എനർജി എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഊർജ്ജം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയും. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകവും ന്യൂക്ലിയർ ഊർജ്ജവും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് എന്താണ്? പ്രകൃതിക്ക് ദോഷകരമല്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് പ്രകൃതിക്ക് ദോഷകരമാണ്. ഇനി ഹരിതോർജ്ജം എന്താണ് എന്നുള്ളത് നോക്കാം. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണെന്ത്? ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി. ഹരിതോർജ്ജം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യും? പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണെന്ത്? ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഊർജ്ജങ്ങളും എന്താണ്? ഇതിൽ പെടും. ഗ്രീൻ എനർജിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും എന്താണ്? ഗ്രീൻ എനർജിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവയൊക്കെ എന്താണ്? ഹരിതോർജ്ജമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ക്ലീൻ എനർജി എന്നും പറയും. ക്ലീൻ എനർജി അല്ലെങ്കിൽ ഹരിത ഊർജ്ജം, ക്ലീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്നൊക്കെ പറഞ്ഞതിന് ഉദാഹരണം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളൊക്കെ എന്താണ്? നമുക്ക് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അതുപോലെ എന്താണ്? തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവുമാണ് എന്ത്? ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ രൂപങ്ങളായ പെട്രോളിയം, കൽക്കരി, അതുപോലെ ന്യൂക്ലിയറിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെയാണ് നമ്മളെന്ത്? ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഈ ബ്രൗൺ എനർജി എന്താണ്? ആഗോളതാപനം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന എനർജി ആണ് ബ്രൗൺ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴെ കുറച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും തരംതിരിച്ച് എഴുതാനാണ് പറയുന്നത്. സോളാർ സെല്ലുകൾ എന്താണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്, ഗ്രീൻ എനർജിയാണ്. ആറ്റോമിക് റിയാക്ടറുകൾ എന്താണ്? ബ്രൗൺ എനർജിയാണ്. ടൈഡൽ എനർജി, ടൈഡൽ എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്, അതെന്താണ്? ഗ്രീൻ എനർജിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്താണ്? ഗ്രീൻ എനർജിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അത് ഗ്രീൻ എനർജിയാണ്. ഡീസൽ എഞ്ചിനുകൾ എന്താണ്? ബ്രൗൺ എനർജിയാണ്. കാറ്റാടികൾ ഗ്രീൻ എനർജിയാണ്. തെർമൽ പവർ സ്റ്റേഷനുകൾ എന്താണ്? ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ്. തെർമൽ പവർ സ്റ്റേഷനുകൾ, അവിടെ നീരാവിയാണല്ലോ, അത് എന്താണ്? തെർമൽ പവർ സ്റ്റേഷൻ എന്താണ്? ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. കാരണം അവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളായ നാഫ്തയൊക്കെ കത്തിച്ചിട്ടാണ് നാഫ്തയോ കൽക്കരിയൊക്കെ കത്തിച്ചിട്ടാണ് അവിടെ നീരാവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്?
പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അത് ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ഊർജ്ജ പ്രതിസന്ധി എന്നുള്ള ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾക്ക് പുറമെ പുതിയ ഊർജ്ജ സ്രോതസ്സുകളും നമ്മളെന്താണ് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എന്തുണ്ട്, പവർ കട്ടും ഓവർ ഷെഡിങ് ലോവർ ഷെഡിങ് ഒക്കെ എന്താ, കാരണം നമ്മൾ ഊർജ്ജ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണ് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ? ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവ്, അതായത് ഊർജ്ജത്തിൻ്റെ ആവശ്യത്തിലുള്ള വർധനവ്, എന്നാൽ ലഭ്യതയിലുള്ള കുറവ്. ഇത് രണ്ടാണ് എന്ത് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആവശ്യത്തിലുള്ള വർധനവും ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി ഊർജ്ജ പ്രതിസന്ധി കഴിയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഊർജ്ജം യുക്തിസഹമായി ഉപയോഗിക്കുക, അതുപോലെ സൗരോർജ്ജം പരമാവധി ഉപയോഗിക്കുക, പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറക്കുക, പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക, വീടുകളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്നതിനും പുതുതായി നിർമ്മിക്കുന്നതിനും ഊർജ്ജ സംരക്ഷണം കാഴ്ചപ്പാടയോടെ ആയിരിക്കണം. തെരുവ് വിളക്കുകൾ LDRകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, അതായത് ഫുൾ ടൈം കത്താതെ നമ്മളെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. യന്ത്രങ്ങൾക്ക് എന്താണ് യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക. പുതിയ വീട് നിർമ്മിക്കാൻ എന്ത് ചെയ്യും? വലിപ്പം പരിമിതപ്പെടുത്തുക. ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ എന്താണ് ക്ഷമത കൂടിയതാണെന്ന ഉറപ്പ് വരുത്തുക. ഇവിടെ നമ്മൾ പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജലത്തിലൂടെ നമുക്ക് ഊർജ്ജം നഷ്ടം വരുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഊർജ്ജ നഷ്ടം ജലനഷ്ടം വഴിയും. സെക്കൻഡിൽ 1 മില്ലിമീറ്റർ ജലം ഒരു ടാപ്പിൽ നിന്ന് പാഴായി പോയാൽ മിനിറ്റിൽ 60 മില്ലിമീറ്ററും മണിക്കൂറിൽ 3600 മില്ലി ലിറ്റർ, അതായത് 3.6 ലിറ്റർ, ഏകദേശം 3.5 ലിറ്ററിന് മുകളിൽ വെള്ളം ഒരു ദിവസം കണക്കാക്കുകയാണെങ്കിൽ 86.4 ലിറ്ററും വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. അതായത് സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ ജലം പാഴാക്കിയാൽ നമുക്ക് ഒരു ദിവസം 86.4 ലിറ്റർ ജലം നഷ്ടമാകും. അത് നമ്മൾ ഒരു മാസം ഒരു വർഷമൊക്കെ കൂട്ടിയാൽ വലിയൊരു സംഖ്യ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ നിലക്ക് നഷ്ടപ്പെടാവുന്ന ഊർജ്ജം എത്രയൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് ആലോചിച്ച് നോക്കാനാണ് പറഞ്ഞത്. ഇത്രയും ജലം ടാങ്കിൽ എത്തിക്കാനെടുത്ത ഊർജ്ജം നമുക്ക് പാഴായി പോയി. ഇപ്പോൾ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചാണല്ലോ നമ്മൾ ടാങ്ക് നിറക്കുന്നത്. അപ്പോൾ ഇത്ര ജലം നമ്മൾ എക്സ്ട്രാ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അത്രയും നമ്മളത് ഊർജ്ജം നഷ്ടമായി പോയിരിക്കുകയാണ്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ജലനഷ്ടം വഴി എന്തുണ്ട്? ഊർജ്ജ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പരിഹരിക്കണം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ തെരുവ് വിളക്കുകൾ LDRകൾ അഥവാ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ഉപയോഗിച്ച് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. ഇനി എന്താണ് LDR എന്നുള്ളത് നോക്കാം. LDR അഥവാ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. എന്താണ് LDR അല്ലെങ്കിൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ? പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണെന്ത് LDR. അപ്പോൾ പ്രകാശ തീവ്രതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേരിയബിൾ റെസിസ്റ്ററാണ് LDR. പ്രകാശ തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഇരുട്ടിലായിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിരോധം വളരെ കൂടുതലും ഏതാനും മെഗാ ഓം, പ്രകാശത്തിലായിരിക്കുമ്പോൾ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വേരിയബിൾ റെസിസ്റ്ററാണെന്ന് പറഞ്ഞു. പ്രകാശ തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഇരുട്ടിലാകുമ്പോൾ പ്രതിരോധം വളരെ കൂടുതലായിരിക്കും, പ്രകാശത്തിലാകുമ്പോൾ പ്രതിരോധം കുറവുമായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിച്ച് എന്ത് ചെയ്യും? വളരെയധികം ഊർജ്ജം ലാഭിക്കാൻ കഴിയും. അപ്പോൾ തെരുവ് വിളക്കുകളിൽ ഈ സിസ്റ്റം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? രാത്രി ആകുമ്പോൾ മാത്രം അത് കത്തും, പകൽ കത്തില്ല. അങ്ങനെ നമുക്ക് വൻതോതിലുള്ള ഊർജ്ജ നഷ്ടം ഒഴിവാക്കാം. LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ LDRനെ റിലേ സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് മിക്ക സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ആയി വന്നിട്ടുണ്ട്. പകൽ സമയത്ത് തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നതിനാൽ LDRൻ്റെ പ്രതിരോധം കുറയുകയും അത് ഉൾപ്പെടുന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകി മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓഫാകുകയും ചെയ്യും. എന്നാൽ ഇരുട്ടിലാകുമ്പോൾ LDRൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നതിനാൽ അതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം നിലക്കുകയും
മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓണായിട്ട് ആ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യും. ഇതാണ് ഒരു LDR സിസ്റ്റം. LDR എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ തീവ്രതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വേരിയബിൾ റെസിസ്റ്ററാണെന്ത് LDR എന്നുള്ളത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതിൽ പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം മിക്ക സ്ട്രീറ്റ് ലൈറ്റിലും ഈ ഒരു LDR സിസ്റ്റം തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. ഇനി ഇവിടെ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറക്കാൻ കഴിയുന്ന ഗാർഹിക ഉപകരണങ്ങൾ പട്ടികയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചൂടാറ പെട്ടി, പ്രഷർ കുക്കർ, ക്ഷമത കൂടിയ അടുപ്പ്. ക്ഷമത കൂടിയ അടുപ്പ് എന്ന് പറഞ്ഞാൽ ആലുവ അടുപ്പൊക്കെ ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആലുവ അടുപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ വിലയിരുത്താം എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നാം ഉപയോഗിക്കുന്ന പ്രധാന ഊർജ്ജ സ്രോതസ്സുകളെല്ലാം എന്താണ്? ഒരർത്ഥത്തിൽ സൗരോർജ്ജത്തിൽ നിന്നുള്ളതാണെന്ന് പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ സൗരോർജ്ജത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോസിൽ ഇന്ധനം, കാറ്റിൽ നിന്ന് ഊർജ്ജം, ന്യൂക്ലിയർ ഊർജ്ജം, ബയോമാസ്. അപ്പോൾ ഇത് സൗരോർജ്ജത്തിൽ പെടാത്തത് ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയൂ, ഇതിലേതാണ് നമുക്ക് സൗരോർജ്ജത്തിൽ പെടാത്തത്? ഫോസിൽ ഇന്ധനം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ന്യൂക്ലിയർ ഊർജ്ജം, ബയോമാസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൽക്കരി, നാഫ്ത, ബയോഗ്യാസ്, പെട്രോളിയം ഗ്യാസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം നിങ്ങൾ ഈ ചാപ്റ്റർ ഇത്രയും പഠിച്ചതല്ലേ, നിങ്ങൾ ഒന്ന് കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു മൊഡ്യൂളുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.